കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ ധ്യാനിച്ച പ്രധാന ചിന്താവിഷയം സഭ ഒരു അനുരഞ്ജന ശരീരം എന്നതാണ്. ചർച്ച് എ റെക്കൺസൈൽഡ് ബോഡി. ഒരു സഭ അനുരഞ്ജനപ്പെട്ടതാണെങ്കിൽ അത് എങ്ങനെ ഇരിക്കുമെന്നത് മനസ്സിലാക്കാൻ പൗലോസ് അപ്പോസ്തലൻ നൽകുന്ന ഒരു സാദൃശ്യമാണ് നാം ധ്യാനിച്ചത്. ഒരു മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധത്തോടാണ് അനുരഞ്ജന സമൂഹത്തെ പൗലോസ് അപ്പോസ്തലൻ താരതമ്യപ്പെടുത്തിയത്. ഒരു ആന്തരിക സൗഖ്യം അനുഭവിക്കുന്ന മനുഷ്യർ തമ്മിലുള്ള ആന്തരിക ബന്ധമാണ് ഒരു അനുരഞ്ജന ശരീരം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കിയത്. ആന്തരിക സൗഖ്യവും ആന്തരിക സൗഖ്യം ലഭിച്ചവർ തമ്മിലുള്ള ആന്തരികമായ ജൈവികമായ ബന്ധം അത് നിലനിർത്തണമെങ്കിൽ രണ്ട് കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. ഒന്ന്, ഒരു അവയവം മറ്റൊരവയവത്തോട് പറയുകയാ, നിന്നെ എനിക്ക് ആവശ്യമില്ല. സിൻ ഓഫ് ഓട്ടോണമി. രണ്ട്, കൈ കാലിനോട് പറയുകയാണ്, നീ എന്നെ പോലെ അല്ലാത്തത് കൊണ്ട്, എന്നിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നത് കൊണ്ട് നീ ഈ ശരീരത്തിൻ്റെ ഭാഗമല്ല. സിൻ ഓഫ് സെനോഫോബിയ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തിങ്കളാഴ്ച ചുരുക്കമായി ധ്യാനിച്ചത്. അതേ വേദഭാഗം ചിന്തിച്ച അതേ വിഷയം, അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് നിർവഹിക്കുന്നത്. അതിനാധാരമായി നാം വായിച്ചത്, കഴിഞ്ഞ തിങ്കളാഴ്ച വായിച്ചത് 1 കൊരിന്ത്യർ 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. 26-ാമത്തെ വാക്യം കുറിവാക്യമായതുകൊണ്ട് അത് ഒരു പ്രാവശ്യം കൂടെ വായിക്കട്ടെ. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. If one member suffers, all suffer together. If one member is honored, all rejoice together. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്റെ വചനം, നിന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിച്ച് കൊതിയോടെ തിരുമുൻപാകെ ആയിരിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ വിവിധ അഭിഷിക്തന്മാരിലൂടെ നീ ഞങ്ങളോട് ഇടപെട്ടതുകൊണ്ടും നിന്റെ ഇടപെടൽ ഞങ്ങളുടെ ബോധ്യത്തിൻ്റെയും മനസാക്ഷിയുടെയും തലത്തിൽ അനുഭവിപ്പാനും ഞങ്ങൾക്ക് സഹായിച്ചുവല്ലോ. കർത്താവേ, ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് നിന്റെ വചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ ഹിതം നീ ആഗ്രഹിക്കുന്നത് പോലെ മനസ്സിലാക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളെയും ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചകളെയും അനുഗ്രഹിക്കണം. വചനത്തെ ഞങ്ങൾക്ക് വാഴ്ത്തി ശുദ്ധീകരിച്ച് തരണമേ. വചനത്തിലൂടെയുള്ള സൗഖ്യവും വചനം നൽകുന്നതായ സമൃദ്ധിയും വചനം നൽകുന്ന സമാധാനവും അനുഭവിപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ ബെന്യാമീൻ്റെ ഒരു കഥ പറഞ്ഞാണ് തുടങ്ങിയത്. അന്ന് രാത്രി എനിക്ക് ഒരു മർത്തോമാക്കാരൻ്റെ മെസ്സേജ് വന്നു. അദ്ദേഹം പറഞ്ഞു, ആ കഥയിലെ പൗലോസച്ചൻ്റെ അനുഭവങ്ങൾ എൻ്റെ അനുഭവങ്ങളാണ്. ഒരു കഥാകൃത്ത് അതിൻ്റെ ഭാവനയിൽ അത് മാറ്റി എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു സത്യ സംഭവമാണ്. ഇന്ന് പറയുന്ന കഥ കേൾക്കുമ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് ഇന്ന് രാത്രി ആരെങ്കിലും വിളിച്ചു പറയുമായിരിക്കും. ഈ ആഴ്ചത്തെ മാതൃഭൂമിയിൽ സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ ഒരു കഥയുണ്ട്. ബിരിയാണി എന്ന ഒറ്റ കഥയിലൂടെ
മലയാളിയുടെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ ഒരു കഥാകൃത്താണ് സന്തോഷ് ഏച്ചിക്കാനം. ഈ ആഴ്ചത്തെ മാതൃഭൂമിയിൽ എഴുതിയ കഥയുടെ പേര് പ്രേതോച്ചാടനം. സാമാന്യം നീണ്ട ഒരു കഥയാണ്. എന്നാൽ ആ കഥയിലെ അവസാന ഭാഗത്തെ ചില കാര്യങ്ങൾ മാത്രം പറയാം. ഈ കഥയിലും ഒരു പ്രധാന കഥാപാത്രം ഒരു പുരോഹിതനാണ്. പേര് ഫാദർ ക്ലെമന്റ്. ഒരു അന്ത്യകൂദാശ കൊടുക്കാനായി ക്ലെമന്റ് അച്ഛൻ തൻ്റെ പാഴ്സനേജിൽ നിന്ന്, തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഏതാണ്ട് സന്ധ്യയോടടുത്ത സമയം ഒരു സ്ത്രീ അവിടെ വന്ന് തനിക്ക് കുമ്പസാരിക്കണം എന്ന് പറയും. മനസ്സില്ലാ മനസ്സോടെ അച്ഛൻ ആ താല്പര്യത്തിന് സമ്മതം മൂളി. കുമ്പസാരത്തിൽ ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ പോവുകയാണ്. അദ്ദേഹം കഴിക്കുന്ന മരുന്ന് കുപ്പിയിൽ, ഗുളികയുടെ കുപ്പിയിൽ ഞാനൊരു സയനൈഡ് ഗുളിക ഇട്ടിട്ടുണ്ട്. അച്ഛനാകെ അങ്കലാപ്പിലായി. കുമ്പസാര രഹസ്യമായതുകൊണ്ട് പറയാനും കഴിയുന്നില്ല. അച്ഛന് ക്ഷീണം വരുന്നു. വെള്ളം കുടിക്കാനായി അച്ഛൻ മുറിയിലേക്ക് കയറിയപ്പോൾ ഈ സ്ത്രീ അപ്രത്യക്ഷമായി. ഈ സ്ത്രീയെ അന്വേഷിച്ച് അച്ഛൻ പള്ളിയുടെ മുറ്റത്ത് നോക്കിയപ്പോൾ സ്ത്രീയെ കാണാനില്ല. അച്ഛന് ബോധക്കേട് വരുന്നു. തളർന്ന് ഈ മനുഷ്യൻ താഴെ വീഴുകയാണ്. വല്ലാത്ത പിടച്ചിലാണ്, വല്ലാത്ത പ്രാണവേദനയാണ്. ഈ അച്ഛന് ഈ പ്രാർത്ഥനയൊക്കെ ഉപയോഗിച്ച് ഈ പ്രേതങ്ങളെ ഉച്ചാടനം ചെയ്യുന്ന ഒരു ശീലമുണ്ട്. പക്ഷേ സ്വന്തം ശരീരത്തിൽ, സ്വന്തം മനസ്സിൽ ആവാഹിച്ചിരിക്കുന്ന ഈ കുറ്റസമ്മതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അച്ഛന് കഴിയുന്നില്ല. ഏതായാലും അച്ഛൻ ഒരു തരത്തിൽ എഴുന്നേൽക്കാൻ ശ്രമിച്ച് അവിടെ ഇരുന്ന ഒരു വെള്ളി കുരിശെടുത്ത് സ്വന്തം നെറ്റിയിൽ വെച്ചിട്ട് പറഞ്ഞു, ഒഴിഞ്ഞു പോ. അനുരഞ്ജനത്തെക്കുറിച്ച് നാം സംസാരിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്വന്തം നെറ്റിയിൽ ഈ കുരിശ് വെച്ചിട്ട്, അല്ലെങ്കിൽ വേദപുസ്തകം വെച്ചിട്ട് പറയണം, ഒഴിഞ്ഞു പോ. നാം ഒരു റെക്കൺസൈൽഡ് കമ്മ്യൂണിറ്റിയാണ്. വി ആർ റെക്കൺസൈൽഡ് ടു റെക്കൺസൈൽ. നമ്മളൊരു അനുരഞ്ജിത സമൂഹമാണ്. മാമോദീസായിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ശരീരമാകുന്ന സഭയുടെ അനുരഞ്ജിത സമൂഹത്തിൻ്റെ ഭാഗമാക്കി. 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹൂദന്മാരോ യവനന്മാരോ സ്വതന്ത്രരോ ദാസരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. അപ്പോൾ യഹൂദനും യവനനും ദാസനും സ്വതന്ത്രനും, ഇവരെ എല്ലാവരെയും ഒരു ശരീരമാക്കിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, വിവിധ ഗോത്രങ്ങളായി, വിവിധ സമുദായങ്ങളായി നിലനിന്ന മനുഷ്യരെ ഒരു ഗോത്രബോധത്തിൽ നിന്നും ഒരു ഗാത്രബോധത്തിലേക്ക്, ഫ്രം എ ട്രൈബൽ കോൺഷ്യസ്നെസ് ടു എ ബോഡി കോൺഷ്യസ്നെസ്. ഓരോരുത്തരും ഓരോ ഗോത്രങ്ങളാണ്, തുരുത്തുകളാണ് എന്ന് ചിന്തിച്ചിരുന്ന ഇടത്തു നിന്നും അങ്ങനെയല്ല, നമ്മൾ ഓരോ ഗോത്രങ്ങളല്ല, നമ്മൾ ഓരോ ട്രൈബല്ല, നമ്മൾ ഒരു ശരീരമാണ് എന്ന ബോധ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാമോദീസായിലൂടെ നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. പലപ്പോഴും ഈ ഒരു ശരീരം എന്നത് ഒരു ഇന്ത്യൻ പാരമ്പര്യത്തിൽ വിവേചനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് പതിവ്. നമുക്കറിയാവുന്നതുപോലെ ചാതുർവർണ്ണ്യം എന്ന സമ്പ്രദായം മനുഷ്യനെ പല വിഭാഗങ്ങളായി തിരിച്ച്, തലയിൽ നിന്ന് വന്നവർ ഏറ്റവും ഉന്നതരാണെന്നും തോൾഭാഗത്ത് നിന്ന് വന്നവർ അതിനേക്കാൾ താഴെയാണെന്നും അരഭാഗത്ത് നിന്ന് വന്നവർ അതിനേക്കാൾ താഴെയാണെന്നും കാലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവർ അധകൃതരും അവർണരുമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു നാട്ടിലാണ്
നാം ഒരു പുതിയ സ്വപ്നം വയ്ക്കുന്നത്. അതെന്താണ്? നമ്മൾ പല ഗാത്രങ്ങളല്ല, നമ്മൾ പല ഗോത്രങ്ങളല്ല, നമ്മൾ ഒരു ഗോത്രമാണ്. ഈ ബോധ്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയിൽ സ്വീകരിക്കാൻ പ്രയാസമാണ്. യേശുക്രിസ്തുവിൻ്റെ വംശാവലിയെക്കുറിച്ച് വിശുദ്ധ മത്തായി 1-ാം അധ്യായം 1 മുതൽ രേഖപ്പെടുത്തുമ്പോൾ യഹൂദൻ്റെ പരമ്പരാഗതമായ ബോധത്തെ യേശു വെല്ലുവിളിക്കുന്നു. വിശുദ്ധ മത്തായി അവിടെ 4 സ്ത്രീകളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ 4 സ്ത്രീകളും യഹൂദൻ്റെ വംശീയ ബോധമനുസരിച്ച് ഒരിക്കലും അവരുടെ പാരമ്പര്യത്തിൽ ഉൾപ്പെടുന്നയാളല്ല. അത് താമാറായാലും രൂത്തായാലും ബേത്ശേബായാലും ആരായിരുന്നാലും ഇവരൊന്നും രക്തശുദ്ധി കൊണ്ടോ സ്വഭാവശുദ്ധി കൊണ്ടോ വംശശുദ്ധി കൊണ്ടോ ഈ ശരീരത്തിൻ്റെ ഭാഗമാകാൻ യോഗ്യതയുള്ളവരല്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ തന്നെ പുതുതായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹിക ശരീരം, പല ഗോത്രങ്ങളായി മാറി നിന്ന നമ്മളെ ഒരു ശരീരമാക്കിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് നാം ആവർത്തിച്ച് പറയുന്നത്, നാം ഒരേ അപ്പത്തിൻ്റെ അംശികളും ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നവരുമാണ്. ഇതൊരിക്കലും ഒരു ഇന്ത്യൻ പാരമ്പര്യത്തിൽ സ്വപ്നം കാണാൻ കഴിയാത്തവരാ. ഉയർന്നവനും താണവനെന്നുമില്ല, യഹൂദനെന്നും യവനനെന്നുമില്ല, ദാസനും സ്വതന്ത്രനുമില്ല. എല്ലാവരും ഒരേ പാത്രത്തിൽ നിന്നും ഒരേ പാനപാത്രത്തിൽ നിന്നും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു പുതിയ സംവിധാനം, ഒരു പുതിയ വ്യവസ്ഥിതി. ആ വ്യവസ്ഥിതിയുടെ പേരാണ് സഭ. അതുകൊണ്ട് മാമോദീസായിലൂടെ ഈ ശരീരത്തിൻ്റെ ഭാഗമായ നമ്മൾ അടിമുടി ഒരു പുതിയ സൃഷ്ടിയാവണം. പ്രശസ്തയായ ടർക്കി ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ് എലീഫ് ഷഫീഖ്. അവരുടെ പല പുസ്തകങ്ങളുണ്ട്. അതിൽ മലയാളത്തിലോട്ട് പലതും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണം പ്രണയത്തിൻ്റെ 40 നിയമങ്ങളെന്നാണ്, ദ 40 റൂൾസ് ഓഫ് ലവ്. അതിൽ അവർ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഇഫ് വി ആർ ദ സെയിം പേഴ്സൺ ബിഫോർ ആൻഡ് ആഫ്റ്റർ വി ലവ്, ദാറ്റ് മീൻസ് വി ഹാവ് നോട്ട് ലവ്ഡ്. സ്നേഹിക്കുന്നതിനു മുൻപും സ്നേഹിച്ചതിന് ശേഷവും നമ്മൾ ഒരേ ആളാണെങ്കിൽ നമ്മൾ സ്നേഹിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനെ നമുക്ക് മാമോദീസായിയുടെ ഒരു പശ്ചാത്തലത്തിലേക്ക് ഒന്ന് ട്വീക്ക് ചെയ്താൽ ഇങ്ങനെ പറയാം: ഇഫ് വി ആർ ദ സെയിം പേഴ്സൺ ബിഫോർ ആൻഡ് ആഫ്റ്റർ ബാപ്റ്റിസം, then we are not baptized. മാമോദീസ ഏൽക്കുന്നതിന് മുൻപും അതിനുശേഷവും നമ്മൾ ഒരേ മനുഷ്യരാണെങ്കിൽ, ഒരേ തരത്തിലാണ് നമ്മുടെ ചിന്താഗതികളെങ്കിൽ, നമ്മൾ മാമോദീസായെ ഏറ്റിട്ടില്ല എന്നല്ലേ അതിൻ്റെ ഒരു അർത്ഥസാധ്യത? ഒരു ശരീരമായിരിക്കുന്ന നമ്മൾ സഹജീവനമാണ് ഉദ്ദേശിക്കുന്നത്. സുഭാഷ് ചന്ദ്രൻ്റെ ഒരു പ്രയോഗം ഉപയോഗിച്ചാൽ, ഒരു മാമോദീസായിലൂടെ ഒരേ ശരീരമാക്കപ്പെട്ടിരിക്കുന്ന നമ്മളുടെ സഹജീവനം കണ്ട് പൊതുസമൂഹം ഹരഹരപ്പെടണം. എന്താണ് ഹരഹരപ്പെടുക എന്ന് പറഞ്ഞാൽ? മനുഷ്യനൊരാമുഖം എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഈ വാക്ക് എന്ന് പറഞ്ഞാൽ ഏതു മനുഷ്യനും ആശ്ചര്യപ്പെടണം. ആ എക്സ്ട്രീം എക്സ്ക്ലമേഷൻ എന്നാണ് അർത്ഥം. അതിശയകരമായ അത്ഭുതം എന്നാണ്. എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല നമുക്കിടയിലുള്ള ഈ ഒരു സഹജീവനവും സാഹോദര്യവും. അതുകൊണ്ട് മാമോദീസായിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ സഹജീവനത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുക. എന്നാൽ ഈ സഹജീവനം എന്ന് പറയുന്നത് കേവലം അതിജീവനമല്ല. ഒരു സഹജീവനം സാധ്യമാകണമെങ്കിൽ അതിന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഭക്ഷണമാണ് വിശുദ്ധ കുർബാന.
മനോഹരമായ ഒരു ആഫ്രിക്കൻ പ്രയോഗം ഇങ്ങനെയാണ്: എ ക്യാറ്റ് ദാറ്റ് ഡ്രീംസ് ഓഫ് ബിക്കമിങ് ലയൺ മസ്റ്റ് ലൂസ് ഇറ്റ്സ് ആപ്പറ്റൈറ്റ് ഫോർ റാറ്റ്സ്. എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ അതൊന്നുകൂടെ വായിക്കാം. എ ക്യാറ്റ് ദാറ്റ് ഡ്രീംസ് ഓഫ് ബിക്കമിങ് എ ലയൺ മസ്റ്റ് ലൂസ് ഇറ്റ്സ് ആപ്പറ്റൈറ്റ് ഫോർ റാറ്റ്സ്. നമുക്കെല്ലാം ക്രിസ്തുവിനെ പോലെ ആകണമെന്നാണ് ആഗ്രഹം. പക്ഷേ നമ്മുടെ ഡയറ്റ് അതിനനുസരിച്ചല്ല. എലിയെ തിന്നുന്നവന് ഒരിക്കലും സിംഹമാകാൻ പറ്റില്ല. എലിയെ കാണുമ്പോഴുള്ള നമ്മുടെ ഒരു വീക്ക്നെസ് ഉണ്ടല്ലോ, അതാണ് തിരുമേനി ദ്രവ്യാഗ്രഹം എന്നൊക്കെ പറഞ്ഞതിൻ്റെ. എനിക്ക് വണ്ടിക്കൂലി തരാതിരിക്കാനുള്ള ഒരു സൂത്രമാണോ ഇന്ന് ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞതെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നുണ്ട്. എന്തുമാവട്ടെ, അതുകൊണ്ട് ഒരു പൂച്ചയ്ക്ക് സിംഹമാകണമെന്നാണ് ആഗ്രഹം. പക്ഷെ തിന്നുന്നത് മുഴുവൻ എലിയെ തിന്ന് ഒരു പൂച്ചയും സിംഹമാവില്ല. ഇതൊരു പ്രോവർബിയൽ വിസ്ഡമാണെങ്കിലും നമുക്കതിനെ വിശുദ്ധ കുർബാനയോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കിയാൽ, വിശുദ്ധ കുർബാനയെ വെറും ഗോതമ്പപ്പമായി കാണുന്നവന് ഒരിക്കലും ക്രിസ്തു ആവാനാവില്ല. എന്നാൽ അത് യേശുവിൻ്റെ ശരീരമാണെന്നും അത് എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ട ശരീരമാണെന്നും പൂർണ്ണമായി വിശ്വസിച്ച് അത് ഭക്ഷിക്കുന്നവന് മാത്രമേ സിംഹമാകാൻ പറ്റൂ. എ ക്യാറ്റ് ദാറ്റ് ഡ്രീംസ് ഓഫ് ബിക്കമിങ് ലയൺ മസ്റ്റ് ലൂസ് ഇറ്റ്സ് ആപ്പറ്റൈറ്റ് ഫോർ റാറ്റ്സ്. നമ്മൾ ഓരോ ഞായറാഴ്ചയും തിരുമേശയിൽ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് ഗോതമ്പപ്പവും മുന്തിരി രസവുമാണെങ്കിൽ നമ്മുടെ എലിയോടുള്ള ആർത്തി മാറില്ല. സിംഹമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർ സിംഹത്തിൻ്റെ ഡയറ്റ് കഴിക്കണം. ഇതിനൊരു ശാസ്ത്രീയമായ വിശദീകരണം കൂടെ നൽകാമെന്നാണ് ഞാൻ കരുതുന്നത്. എന്താണ് ശാസ്ത്രീയമായ വിശദീകരണം? എനിക്ക് ഈ അടുത്ത കാലത്ത് വായിക്കാനേറെ ഇഷ്ടമുള്ള ഒരു വിഷയമാണ് ഈ ന്യൂറോ സയൻസ്. ഇറ്റലിയിലെ പാർമ യൂണിവേഴ്സിറ്റിയിൽ ഒരു പരീക്ഷണം നടത്തുക. ഈ പരീക്ഷണ ലാബിൽ ഒരു കുരങ്ങനെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ദേഹത്തെല്ലാം ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊരു സൂത്രം എന്ന് വിചാരിച്ചാൽ മതി. എന്താണ് ഈ പരീക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ കുരങ്ങൻ കയ്യോ കാലോ ഒക്കെ അനക്കുമ്പോൾ ഏത് ന്യൂറോണാണ് കുരങ്ങൻ്റെ തലച്ചോറിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. മാസങ്ങൾ നീണ്ട ഒരു പരീക്ഷണം. ഒരു ദിവസം ഈ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞൻ ഉച്ചഭക്ഷണത്തിന് പോയ സമയത്ത് ഈ കുരങ്ങൻ്റെ ദേഹത്തു നിന്നും ഇലക്ട്രോഡുകൾ ഊരിയിടാൻ, ആ വയറുകൾ മാറ്റാൻ മറന്നുപോയി. അദ്ദേഹം ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു ഐസ്ക്രീം നുണഞ്ഞ് അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ പെട്ടെന്ന് ഈ കുരങ്ങനുമായി ഘടിപ്പിച്ചിരുന്ന മീറ്റർ ബീപ്പ് ബീപ്പ് അടിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ന്യൂറോൺ പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് കുരങ്ങന് ശരീരചലനം ഒന്നുമില്ല. പക്ഷേ ഈ ശാസ്ത്രജ്ഞൻ ഐസ്ക്രീം കഴിക്കുന്നത് കണ്ടപ്പോൾ കുരങ്ങൻ്റെ തലയിൽ എന്തൊക്കെയോ ന്യൂറോണുകൾ പ്രവർത്തിച്ചു. അപ്പോൾ അവർ പറയുന്നത്, ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ തലയിൽ പ്രവർത്തിക്കുന്ന അതേ ന്യൂറോൺ തന്നെയാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ തലയിലും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് കഴിക്കുന്നതിന് മുമ്പ് ഇച്ചിരി കളഞ്ഞിട്ടേ കഴിക്കാവൂ എന്ന് പറയുന്നതിൻ്റെ കാരണം, കഴിക്കുന്നവൻ്റെയും കണ്ടുകൊണ്ടിരിക്കുന്നവൻ്റെയും തലയിൽ ഒരേ ന്യൂറോണാണ് പ്രവർത്തിക്കുന്നത്. ഇതിന് വിളിക്കുന്ന പേര് പ്രതിബിംബ കോശമെന്നാണ്. എന്ന് പറഞ്ഞാൽ മിറർ ന്യൂറോൺസ്. ഞാൻ എന്തിനാണിത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ ശരീരം മാമോദീസായിലൂടെ അവൻ്റെ ശരീരമാക്കപ്പെട്ട വിശ്വാസികൾ സ്വീകരിക്കുമ്പോൾ ഇത് യേശുവിൻ്റെ ശരീരമാണെന്ന്
പൂർണ്ണമായും വിശ്വസിച്ച് കഴിക്കുമ്പോൾ യേശുവിൻ്റെ വേദന, ആ അപ്പവും രക്തവും സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ, യേശു വേദന അനുഭവിച്ചപ്പോൾ അവൻ്റെ തലച്ചോറിൽ പ്രവർത്തിച്ച അതേ ന്യൂറോണുകൾ നിങ്ങളുടെ തലച്ചോറിലും പ്രവർത്തിക്കണമെങ്കിൽ ഇത് ഗോതമ്പപ്പവും മുന്തിരി രസവുമാണ് എന്ന് ചിന്തിക്കാതെ ഇത് യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാണ് എന്ന് വിശ്വസിക്കാൻ കഴിയണം. അതുകൊണ്ട് നമ്മുടെ ഡയറ്റ് എന്താണ്? ഇതേ ന്യൂറോണാണ് ഏതെങ്കിലും ഇപ്പോൾ ഇങ്ങോട്ട് ഇവിടെ ഒരു ചേട്ടൻ വീണു. അത് വീണു എന്ന് വീണപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അതേ ബുദ്ധിമുട്ട് തന്നെയാണ് അത് കണ്ടുകൊണ്ടിരുന്ന നമുക്ക്. ന്യൂറോൺ ഉള്ള മനുഷ്യരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഒരു ന്യൂറോണും ഇല്ലാത്തവരെ കുറിച്ച് മിണ്ടിയിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു 2-3 അംഗലും ഉണ്ടവരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വേദന കാണുമ്പോൾ ആ വേദന എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നതിൻ്റെ പേരാണ് മിറർ ന്യൂറോൺ. ഇതൊരു ന്യൂറോ സയൻസിലെ ബേസിക് തത്വമാണ്. ഒരുപക്ഷെ പൗലോസ് അപ്പോസ്തലൻ ന്യൂറോ സയൻസ് ഒക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ അത് ഉണ്ടാവുന്നതിന് മുൻപ് എഴുതിയതാണ്. എങ്ങനെയാണ് ഒരു ശരീരത്തിലെ ഒരവയവത്തിന് വിഷമവും വേദനയും ഉണ്ടാകുമ്പോൾ മുഴുവൻ ശരീരത്തിനും അത് അനുഭവിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് പ്രശസ്തനായ ന്യൂറോ സയൻറ്റിസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ന്യൂറോണുകളെ വിളിക്കുന്ന പേര് മനുഷ്യ സംസ്കൃതിയുടെ ന്യൂറോണുകളെന്ന. നാളത്തെ മംഗളം പത്രത്തിൽ ഇതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിന് കൊടുത്ത പേര് ദൈവത്തിൻ്റെ ന്യൂറോണുകൾ എന്നാണ്. ആവട്ടെ, അപ്പോൾ നമ്മുടെ കീവാക്യം, നമ്മുടെ കുറിവാക്യം, ഒരു ശരീരത്തിലെ ഒരു അവയവത്തിന് വേദന ഉണ്ടാകുമ്പോൾ ശരീരം മുഴുവൻ ആ വേദന അനുഭവിക്കും. ഈ വേദനയോട് പ്രതികരിക്കുന്നതിൻ്റെ പേരാണ് റെക്കൺസിലിയേഷൻ. തിരുമേനിയുടെ നിർദ്ദേശമനുസരിച്ച് നമ്മൾ 5 തലങ്ങളിലായിട്ടാണ് ഈ വർഷം അനുരഞ്ജനത്തെ പഠിക്കുന്നതും തുടർന്നുള്ള 5 വർഷങ്ങളിൽ അതിനുവേണ്ടി ഒരുമിച്ച് കർത്താവിൽ ആശ്രയിച്ച് ശ്രമിക്കുന്നതും. ഒന്ന്, ഈ ജനറേഷൻ ഗ്യാപ്പ്, വിവിധ തലമുറകൾ തമ്മിലുള്ള അന്തരം. 2, സാമ്പത്തിക അന്തരം. 3, ഡിജിറ്റൽ ഡിവൈഡ്. 4, ഡിസബിലിറ്റി. 5, ഇൻട്ര. ഈ 5 തലങ്ങളെക്കുറിച്ച് 5 എണ്ണമായി പറയുന്നതിന് പകരം ഈ 5ഉം കൂടെ ചേർത്ത് 3 തലക്കെട്ടുകളിലായി പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ 3 തരത്തിൽ നമ്മൾ ഇന്ന് അനുരഞ്ജനത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, ശുശ്രൂഷകരുടെ അനുരഞ്ജനം, റെക്കൺസിലിയേഷൻ ഓഫ് ദ മിനിസ്റ്റേഴ്സ്. 2, റെക്കൺസിലിയേഷൻ ഓഫ് ദ മിനിസ്റ്റേർഡ്, ശുശ്രൂഷിതരുടെ അനുരഞ്ജനം. അപ്പോൾ 1, ശുശ്രൂഷകരുടെ അനുരഞ്ജനം. 2, ശുശ്രൂഷിതരുടെ അനുരഞ്ജനം. 3, ശുശ്രൂഷാ വരങ്ങളുടെ അനുരഞ്ജനം. അതിൽ ആദ്യത്തേത് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇതിന് ആധാരമായി നമുക്ക് ഒരു റഫറൻസ് കണ്ടുപിടിക്കാം. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഒരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നുപോൽ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? പൗലോസിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? അപ്പോൾ കൊരിന്ത് സഭയിലെ പ്രശ്നം ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നവർക്കിടയിൽ ഒരനുരഞ്ജനമില്ല. നമ്മൾ പലപ്പോഴും ജനങ്ങളുടെ ഇടയിലെ ഐക്യത്തെക്കുറിച്ച് പറയും. എന്നാൽ ശുശ്രൂഷകരായ പുരോഹിതരുടെയും മേൽപ്പട്ടക്കാരുടെയും അനുരഞ്ജനത്തെക്കുറിച്ച് ആര് പറയും?
അത് പറയില്ല, കാരണം അടുത്ത കൺവെൻഷനും വിളിക്കണം. ഇവിടെ 4 ഡിവിഷൻസ് ആ ഉള്ളത്. ഒന്ന് പൗലോസിന്റെ ഗാങ്, അപ്പല്ലോസിന്റെ ഗ്രൂപ്പ്, കേഫാസിന്റെ ഗ്രൂപ്പ്, യേശുവിന്റെ ഗ്രൂപ്പ്. ഇനിയും ഇങ്ങനെ ഒരു ഗ്രൂപ്പിസം, ഇങ്ങനെ ഒരു വിഭാഗീയത കൊരിന്ത് സഭയിൽ ഉണ്ടെന്നത് ക്ലോവയിലെ ആളുകൾ മുഖാന്തരമാണ് പൗലോസിന് ഈ വർത്തമാനം ഏൽക്കുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇങ്ങനെ: ഐ ഹാവ് ഹേർഡ് ദാറ്റ് ദർ ഈസ് എൻ ഔട്ട്ബ്രേക്ക് ഓഫ് സ്ട്രൈഫ്. സാധാരണ നമ്മൾ ഈ പാൻഡമിക് ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഔട്ട്ബ്രേക്ക്. കൊരിന്ത് സഭയിലെ വിഭാഗീയതയുടെ പ്രധാന കാരണക്കാർ ജനങ്ങളെക്കാൾ ഉപരിയായി ജനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി എനിക്ക് തോന്നുന്നത്, ഇത് ഇങ്ങനെ ഒരു വിഭാഗീയത ഉണ്ടെന്നുള്ളത് ഊമക്കത്തിൻ്റെ രൂപത്തിലല്ല വന്നത്, അപ്പനും അമ്മയും ഉള്ള റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം കൊരിന്ത് സഭയിൽ ഉണ്ടെന്ന് ഇന്ന ആളുകളിൽ നിന്നാണ് അറിഞ്ഞതെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഒതുക്കത്തിൽ രാത്രിയിൽ അണ്ടിപ്പരിപ്പുമായിട്ട് വന്ന് പറഞ്ഞു കൊടുക്കുന്ന കഥയല്ല ഇത്. ആരാണ് പറഞ്ഞതെന്നും ഈ പറഞ്ഞ റിപ്പോർട്ടിന് അപ്പനും അമ്മയും ഉള്ള റിപ്പോർട്ടാണ്. പൗലോസ് കൊരിന്തിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, ഇങ്ങനെ നിങ്ങൾക്കിടയിൽ ഒരു വിഭാഗീയതയുണ്ടെന്നും നിങ്ങൾ പലതായി പിരിഞ്ഞിരിക്കുകയാണെന്നും ക്ലോവയിലെ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ കത്തിൽ പൗലോസ്, ഇങ്ങനെ എനിക്കൊരു ഊമക്കത്ത് കിട്ടിയെന്നല്ല. ഇനിയും ഇവിടെ 4 ഗ്രൂപ്പുകാരാണ് ഉള്ളത്. പൗലോസിന്റെ ഗ്രൂപ്പ്, അവരെ വേണമെങ്കിൽ നമുക്ക് ലിബറൽസ് എന്ന് പറയാം. ഇത് പറയാൻ കഴിയുന്നതിനോട് ചേർത്തൊരു നല്ല മലയാള വാക്ക് ഉണ്ട് നമ്മുടെ സഭയുമായി ബന്ധപ്പെടുത്തി പറയാൻ, പക്ഷെ അത് ഓൺലൈൻ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. രഹസ്യമായി ചോദിച്ചാൽ ഞാനത് പറഞ്ഞുതരാം. എല്ലാത്തിൻ്റെ അവസാനം ഒരു ജി ചേർത്താൽ മതി, അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആളെ കിട്ടും. ഇവർ വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകളാണ്, വളരെ ലിബറൽസ് ആണ്. അപ്പല്ലോസിൻ്റെ ഒരു കൂട്ടരുണ്ട്, അവർ ഭുജികളാണ്. അതിന് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, കേഫാവിൻ്റെ ആളുകളാണ്. അവരെ പാരമ്പര്യവാദികളാണ്, അവർ വളരെ ലീഗലിസ്റ്റുകളാണ്. ഭ്രാന്തിൻ്റെ പല അവസ്ഥാന്തരങ്ങൾ എന്നത് പറഞ്ഞാൽ വിഭാഗീയതയുടെ മൂത്ത ഇനങ്ങളാണ് യേശുവിൻ്റെ കൂട്ടര്. മറ്റേതിനെയൊക്കെ എങ്ങനെയും സഹിക്കാം. പൗലോസിൻ്റെ ഗ്രൂപ്പുണ്ട്, അപ്പല്ലോസിൻ്റെ ഗ്രൂപ്പുണ്ട്, കേഫാവിൻ്റെ ഗ്രൂപ്പുണ്ട്. ഇതിലൊന്നും പെടാത്ത മൂത്ത ഒരിനമാണ് യേശുവിൻ്റെ ഗ്രൂപ്പ്. ഗ്രൂപ്പില്ലാത്തവരുടെ ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഞങ്ങൾ ഒരു ഗ്രൂപ്പിലും ഇല്ലെന്ന് പറയുന്നവരൊരു ഗ്രൂപ്പാണ്. എന്നാൽ ഈ വിഭാഗീയതയെക്കുറിച്ച് കേട്ടപ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 1:17 പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ വിഭാഗീയത ക്രൂശിനെ വ്യർത്ഥമാക്കുന്നു. The division among you frustrates and defeats the cross. കുരിശിനെ പരാജയപ്പെടുത്തുന്ന, ക്രൂശിൽ എന്താണോ ക്രിസ്തു നിർവഹിച്ചത് ആ മുഴുവൻ ക്രൂശ് മരണത്തിൻ്റെ സൗന്ദര്യത്തെയും വിരൂപമാക്കുന്ന, ക്രൂശിനെ തന്നെ വ്യർത്ഥമാക്കുന്ന വിഭാഗീയത. എന്തുകൊണ്ടാണ് വിഭാഗീയതയിൽ നാം ദുഃഖിക്കേണ്ടത്? കാരണം അത് ക്രൂശിനെ വ്യർത്ഥമാക്കുന്നു. 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരെന്നും കേഫാവിൻ്റെ പക്ഷക്കാരെന്നും ഒക്കെ പറയുകയാണെങ്കിൽ, ആ വാക്ക് ശ്രദ്ധിക്കണം, നിങ്ങൾ സാധാരണ മനുഷ്യരാണ്. എനിക്ക് ആ പ്രയോഗം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് ഈ വിഭാഗീയത പൗലോസിനെ വേദനിപ്പിക്കുന്നത്? ഒന്ന്, നിങ്ങളുടെ വിഭാഗീയത ക്രൂശിനെ വ്യർത്ഥമാക്കുന്നു. 2, നിങ്ങൾ സിംഹമാകാൻ വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ യുവർ ആപ്പറ്റൈറ്റ് ഫോർ ഡിവിഷൻ മേക്സ് യു ആൻ ഓർഡിനറി പേഴ്സൺ. അസാധാരണമായ ജീവിതം നയിക്കേണ്ടവർ
ഗ്രൂപ്പിസം കളിച്ച് നിങ്ങൾ വെറും സാധാരണക്കാരായ മനുഷ്യരാകുന്നുവല്ലോ. എങ്ങനെയാണ് ഇങ്ങനെയുള്ള വിഭാഗീയതകളൊക്കെ ഉണ്ടാവുന്നത്? ഞങ്ങളുടെ നാട്ടിലൊരു പ്രത്യേക മീനുണ്ട്. ഞാൻ കുട്ടനാട്ടിൽ നിന്ന്. വരാലെന്നും വ്രാലെന്നും ഒക്കെ പറയും. അത് അവരവരുടെ വിദ്യാഭ്യാസം അനുസരിച്ച് കൃത്യമായിട്ട് എങ്ങനെ വേണേലും ഉച്ചരിക്കും. ഈ വരാലിനൊരു പ്രത്യേകത, വരാൽ എവിടെ ഉണ്ടെന്ന് നോക്കണമെങ്കിൽ അതിൻ്റെ പാർപ്പ് എവിടെയാണെന്ന് നോക്കിയാൽ മതി. പാർപ്പെന്ന് പറഞ്ഞാൽ ഈ വരാല് കുഞ്ഞുങ്ങളുണ്ട്. വരാല് പോകുന്നു, കുഞ്ഞുങ്ങൾ പോകുന്നു. ഇന്ന് നമ്മുടെ സഭയിലെ എല്ലാ മെയ് മാസം 1-ാം തീയതിയും ട്രാൻസ്ഫർ കാണുമ്പം വരാലും പാർപ്പും കളിയാണ് നടക്കുന്നത്. സംശയം ഉണ്ടായി 1-ാം തീയതി നോക്കിക്കോണം, വരാൽ ഏതാ പാർപ്പ് ഏതാന്ന് നമുക്ക് പെട്ടെന്നറിയാം. ചോദ്യം, ഇത് സഭയ്ക്ക് ഗുണകരമാണോ? വരാലിനേക്കാൾ ഭേദം കോഴിയാ. കാരണം കോഴി ഒരു പരുവം കഴിയുമ്പോൾ കൊത്തിപ്പറിക്കും. ഇത് 15, 16, 20 കൊല്ലമായാലും കൊത്തിപ്പിരിക്കില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. മൊത്തത്തിൽ പറഞ്ഞ അപ്പൊ വരാലായാലും കോഴിയായാലും പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ വിഭാഗീയത ക്രൂശിനെ വ്യർത്ഥമാക്കും. അതിലുപരി നിങ്ങൾ വെറും സാധാരണ മനുഷ്യരായിത്തീരും. എന്തുകൊണ്ടാണ് പൗലോസ് വിഭാഗീയതയെ എതിർക്കുന്നത്? 3 ചോദ്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഈസ് ക്രൈസ്റ്റ് ഡിവൈഡഡ്? ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നു. 2, വാസ് പോൾ ക്രൂസിഫൈഡ് ഫോർ യു? പൗലോസ് അപ്പോസ്തലനായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടോ? 3, വേർ യു ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് പോൾ? നിങ്ങൾ പൗലോസ് അപ്പോസ്തലന്റെ നാമത്തിൽ സ്നാനമേറ്റവരാണോ? അല്ല. ആരാണോ നിങ്ങൾക്ക് വേണ്ടി മരിച്ചത്, ആരുടെ നാമത്തിലാണോ നിങ്ങൾ സ്നാനമേറ്റത്, ഈ ബോധ്യം ശുശ്രൂഷകർക്കും ശുശ്രൂഷ നേതാക്കൾക്കും നഷ്ടപ്പെടുമ്പോൾ ക്രൂശ് വ്യർത്ഥമായി പോവുകയും നാം വെറും സാധാരണ മനുഷ്യരായി മാറുകയും ചെയ്യും. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുക, ശുശ്രൂഷകന്മാർ തമ്മിലുള്ള ബന്ധം 3 കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ. 1, നമ്മൾ ഫെലോ വർക്കേഴ്സ് ആണ്, നമ്മൾ സഹപ്രവർത്തകരാണ്, നമ്മൾ കൂട്ടുവേലക്കാരാണ്. ഈ വാക്ക് എല്ലാ ശുശ്രൂഷകരും ഓർത്തിരിക്കേണ്ടതാ. നമ്മൾ കൂട്ടുവേലക്കാരാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലായി പറയുന്നത്, നമ്മൾ കൂട്ടുവേലക്കാരല്ലോ. അതേ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കി. അതുകൊണ്ട് നട്ടവനായ ആരായാലും നനച്ചതാരായാലും ഇത് വളരണമെങ്കിൽ ഒടയ തമ്പുരാൻ തീരുമാനിക്കണം. അതുകൊണ്ട് നമ്മൾ ഫെലോ വർക്കേഴ്സാണ്. എന്നാൽ ഈ ഒരു കൂട്ടുവേലക്കാരെന്നുള്ള ബോധം ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. പ്രിയങ്ക ചോപ്ര എന്ന സിനിമാ നടിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അവർക്ക് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ അപ്പനും അമ്മയും ഒരു പുതിയ വീട്ടിലോട്ട് മാറി. സ്കൂളിൽ പോയി തിരിച്ചു വന്നപ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും പേര് മാത്രമേ ഉള്ളൂ നെയിം ബോർഡിൽ. അപ്പോൾ ഈ 5 വയസ്സുകാരിയായ പ്രിയങ്ക അപ്പനോടും അമ്മയോടും ചോദിച്ചു, ഞാൻ ഈ വീട്ടിലല്ലേ താമസം? ഡോണ്ട് ഐ ലിവ് ഇൻ ദിസ് ഹൗസ്? പുള്ളിക്കാരിക്ക് കാര്യം, അപ്പനും അമ്മയ്ക്കും കാര്യം മനസ്സിലായി. പിറ്റേ ദിവസം വന്നപ്പോൾ മകളുടെ പേരും കൂടെ ചേർത്തു. നമ്മുടെയൊക്കെ ഈ പള്ളി സ്ലാബ് സംസ്കാരത്തിൽ ഇവിടെ വികാരി മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും കൂട്ടുവേലക്കാരാണ്.
2 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവരെ വിളിക്കുന്ന പേര് സഹോദരങ്ങളെ എന്നാണ്. ഇതിവിടെ അധികാരത്തിൻ്റെ ഭാഷയിലല്ല, ഇവിടെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഭാഷയിലാണ് വിളിക്കുന്നത്. 3, ആര് നട്ടാലും ആര് നനച്ചാലും ഇതിൻ്റെ എല്ലാം മഹത്വം ദൈവത്തിന് പോണം. അപ്പോൾ സഭയിലായാലും ഇടവകയിലായാലും വിഭാഗീയത എന്നത് നമ്മളെ വെറും സാധാരണ മനുഷ്യരാക്കും എന്ന് മാത്രമല്ല, അതിനേക്കാൾ സങ്കടകരമായ കാര്യം അത് ക്രൂശിനെ വ്യർത്ഥമാക്കിക്കളയും എന്നതാണ്. വില്യം ഗോൾഡിങ്ങിൻ്റെ മനോഹരമായൊരു നോവലുണ്ട്, ലോർഡ് ഓഫ് ദ ഫ്ലൈസ്. അത് ഇങ്ങനെയാണ്, ഒരു ഐലൻഡിൽപ്പെട്ട കുറച്ച് ബ്രിട്ടീഷ് കൗമാരക്കാരെ കുറിച്ചുള്ളൊരു നോവലാണ്. ആ നോവൽ ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്: ദ ഗ്രോൺ അപ്പ് പീപ്പിൾ ക്യാൻ സേവ് ദ ചിൽഡ്രൻ, ബട്ട് ഹൂ വിൽ സേവ് ദ ഗ്രോൺ അപ്പ്? അൽമായക്കാരെ നന്നാക്കാൻ തിരുമേനിമാരും അച്ഛന്മാരും ഉണ്ട്, പക്ഷെ അവരെ ആര് നന്നാക്കും? The grown up people can save the children, but who will save the grown up people? ശുശ്രൂഷകർക്കിടയിലുള്ള ഐക്യം, അത് വികാരം കുറഞ്ഞ ആളായാലും വികാരം കൂടിയ ആളായാലും, വികാരം കുറയുന്ന ആളാണല്ലോ ഈ അസിസ്റ്റന്റ് എന്ന് പറയും. എങ്ങനെയുണ്ട്? വെറുതെ മൈക്ക് കിട്ടുമ്പോൾ തള്ളിയിട്ടൊരു കാര്യമില്ല. ഇവിടെ കുണ്ടറക്കാരിരിപ്പുണ്ട്. 4 കൊല്ലം PMA ബ്രാച്ചിനും ഞാനും ഞങ്ങൾ വികാരി അലക്സ് അച്ഛനുണ്ട്. ഇപ്പോഴത്തെ പോലെയല്ല, നല്ല ബന്ധമായിരുന്നു. അവർ സാക്ഷ്യം പറയട്ടെ, അപ്പനും മോനും പോലായിരുന്നു. മുൻ വികാരിയും ഇപ്പോഴത്തെ വികാരിയും. നമുക്കിടയിൽ കുറച്ചുകൂടെ നാം ഒരു കൂട്ടുവേലക്കാരാണെന്ന ബോധം വേണ്ടേ? We can save the lay people, but who will save us? അനുരഞ്ജനം, സഭ പുതുക്കപ്പെടണമെങ്കിൽ ആദ്യം ശുശ്രൂഷകർക്കിടയിൽ ഒരു അനുരഞ്ജനം ഉണ്ടാവണം. 2, ശുശ്രൂഷകരും ശുശ്രൂഷിതരും തമ്മിലുള്ള അനുരഞ്ജനം. Reconciliation between the ministers and the ministered. സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ അതിൻ്റെ റെഫറൻസുകളൊന്നും വായിക്കുന്നില്ല. 1 കൊരിന്ത്യർ 8-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, ബലഹീനരായ വിശ്വാസികൾ, വീക്ക് ക്രിസ്ത്യൻസ്. ഈ ബലഹീനർ എന്ന് പറഞ്ഞാൽ എന്താണ് പൗലോസ് അപ്പോസ്തലൻ അർത്ഥമാക്കുന്നത്? ഒന്നുകിൽ ഏതെങ്കിലും കാരണം കൊണ്ട് അവർ ലജ്ജിതരായി ജീവിക്കുന്നവരാവാം, അല്ലെങ്കിൽ അപകർഷതാബോധമായിരിക്കാം, അല്ലെങ്കിൽ കുറ്റബോധമായിരിക്കാം. അപ്പോൾ നാണം കൊണ്ടോ കുറ്റബോധം കൊണ്ടോ അപകർഷതാബോധം കൊണ്ടോ ഒക്കെ കഴിയുന്നതായ ധാരാളം മനുഷ്യർ നമ്മുടെ ഇടവകകളിൽ ശുശ്രൂഷാ മേഖലകളിലുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ആദ്യം സ്വന്തം അനുഭവം തന്നെ പറയുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ഹി വാസ് ഇൻവോൾവ്ഡ് ഇൻ എ മർഡർ. ഒരു കൊലപാതകത്തിൽ പങ്കാളിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ഒരിക്കൽ കൊലപാതകത്തിൽ പെട്ടുകഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പൗലോസ് അപ്പോസ്തലന്റെ ഏറ്റവും വലിയ പ്രശ്നം തൻ്റെ മാനസാന്തരം അംഗീകരിപ്പാൻ ആരും തയ്യാറല്ല. നമ്മുടെ ഇടവകയിൽ, നമ്മുടെ കൂട്ടായ്മയിലുള്ള പലരും ആന്തരിക സൗഖ്യത്തിനായിട്ടാണ് ദേവാലയത്തിൽ വരുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ കാലം അതിൻ്റെ ചില പ്രവൃത്തികൾ, ഓർമ്മകൾ ഒക്കെ അവരെ വേട്ടയാടുന്നുണ്ടാവാം. ഇതിൽ നിന്നെല്ലാം ഒരു ആന്തരിക സൗഖ്യം ആഗ്രഹിച്ചാണ് അവർ വരുന്നത്. പൗലോസ് അപ്പോസ്തലനെ ഉൾക്കൊള്ളാൻ, പൗലോസ് അപ്പോസ്തലനെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല. അപ്പോഴാണ് അവിടെ ഒരു ചങ്ക് ബ്രോ, ബർണബാസ്. ഒരുപക്ഷെ അന്ന് യെരുശലേമിൽ ഉണ്ടായിരുന്ന വിശ്വാസികളിൽ
തന്ത വൈബില്ലാത്ത ഒരേ ഒരാൾ ബർണബാസ് ആയിരിക്കും. നമ്മുടെ കൂട്ടായ്മയിൽ പല മനുഷ്യരും ആന്തരിക സൗഖ്യം ആഗ്രഹിച്ചു വന്നിട്ടും അത് സാധിക്കാതെ പോകുന്നെങ്കിൽ നമ്മുടെ തന്ത വൈബോ തള്ള വൈബോ ഒക്കെ ആയിരിക്കും. ആരൊക്കെയാണ് ദേവാലയത്തിൽ ആന്തരിക സൗഖ്യം അനുഭവിച്ചു വരുന്നവർ? ഒരുപക്ഷെ കുടുംബത്തിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുള്ളവർ, കഴിഞ്ഞ കാലത്ത് വലിയ മദ്യപാനികളായിരുന്നിട്ടുള്ളവർ, എന്തെങ്കിലും ശാരീരിക പ്രതിസന്ധി നേരിടുന്നവർ, വിവാഹമോചിതരായിട്ടുള്ള ആളുകൾ, ജോലിയില്ലാത്തവർ, വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിച്ചിട്ടും കുട്ടികളില്ലാത്തവർ, എന്താണോ അവർ പറയാനും കേൾക്കാനും ഓർക്കാനും ആഗ്രഹിക്കാത്തത് അത് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്ന ഇടമായി ദേവാലയം മാറുന്നില്ലേ? ഞാൻ കുണ്ടറപ്പള്ളിയിൽ ഇരിക്കുമ്പോൾ കുണ്ടറക്കാരെ രണ്ട് പറഞ്ഞില്ലേ, എനിക്കൊരു സമാധാനമില്ല. ഒരു 3-4 കൊല്ലമായിട്ട് ഞാൻ പെണ്ണ് കെട്ടുന്നില്ല. സത്യം അറിയാതെ പറഞ്ഞു പോയത്. അപ്പോൾ ഒരു ദിവസം ഒരു അച്ചായൻ എന്നോട് ഒന്ന് ചോദിച്ചു, അച്ഛൻ എന്താ കെട്ടാത്തെ? ഞാൻ ഒന്നും മിണ്ടിയില്ല. വല്ല കുഴപ്പമുണ്ടോ? തിരുമേനിയോട് അങ്ങനെ ആരെങ്കിലും ഇല്ല. ഞാൻ 3 കൊല്ലമായി കല്യാണം ഇപ്പോഴും കഴിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ എൻ്റെ ആ മാരിറ്റൽ സ്റ്റേറ്റസ് ഒക്കെ സെയിമാണ്. ഞാൻ കഴിച്ചില്ലേലും കഴിച്ചാലും നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നോക്കി ഒരുത്തും ചോദിക്കാം വല്ല കുഴപ്പമുണ്ടോ? ഞാൻ മറുപടി പറഞ്ഞു, പക്ഷെ അത് കാനോനികമല്ലാത്തതുകൊണ്ട് ഇവിടെ പറയാൻ പറ്റില്ല. ഈയിടെ ഇന്തോനേഷ്യയിൽ ഒരു ചെറുപ്പക്കാരൻ ഒരുത്തനെ അങ്ങ് തല്ലിക്കൊന്നു. കാരണം അങ്ങോട്ട് പോകുമ്പോഴും ചോദിക്കും കല്യാണമായില്ലേ, ഇങ്ങോട്ട് പോയി. അപ്പം ഇയാൾ വീട്ടിൽ ചെന്ന് ഓരോ ഒലക്ക എടുത്തുകൊണ്ട് ഒറ്റ അടിച്ചങ്ങ് കൊന്നു. എൻ്റെ വിചാരം പള്ളിയിലെ ഓരോ ബെഞ്ചിനോടും ചേർന്ന് ഓരോ ഒലക്ക വെച്ചാൽ ഒത്തിരി ആന്തരിക സൗഖ്യം കിട്ടും. ഇതൊരു കൊലപാതക ആഹ്വാനമായിട്ട് നിങ്ങൾ എടുക്കുക. വിവാഹമോചിതരായവർ അവരത് പറയാനും ഓർക്കാനും ആഗ്രഹിക്കുന്നില്ല. കുട്ടികളില്ലാത്തവർ, നിങ്ങളുടെ കയ്യിൽ ഗൈനോക്കോളജിസ്റ്റിന് ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് ചില സേവ്യാ സംഘക്കാരുടെ. അവരതുമായിട്ടാണ് നടക്കുന്നത്. എന്നോട് പോലും ചോദിച്ചിട്ടുണ്ട് വേണമെന്ന്. ജോലിയില്ലാത്തവനോട് എന്നും ജോലിയില്ലേ, കെട്ടിയില്ലേ, കുട്ടിയില്ലേ, കെട്ടിയിട്ടില്ലേ, എന്തോത്തിൻ്റെ ഏനക്കേടാണെന്നാണ് ഞാൻ അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കും. കാരണം അവരിതൊന്നും ഓർക്കാനും പറയാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്നില്ല. ഇതൊന്നും ചോദിക്കാത്തതും പറയാത്തതും പറയേണ്ടി വരാത്തതുമായ ഒരിടത്ത് ആന്തരിക സൗഖ്യം അന്വേഷിച്ചാണ് അവർ വരുന്നത്. അവരെക്കുറിച്ച് പറയുന്ന പേരാണ് വീക്ക് ക്രിസ്ത്യൻസ്. അവർ വീക്ക് എന്നതുകൊണ്ട് ശാരീരികമായി ദുർബലരാന്നല്ല. ഒന്നുകിൽ എന്തെങ്കിലും ഒരു ഷെയിം, അല്ലെങ്കിൽ ഒരു ഗിൽറ്റ്, അല്ലെങ്കിൽ ഒരു ഫിയർ, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുറേ ചെറുപ്പക്കാരെങ്കിലും പള്ളിയിൽ വരാത്തത് നമ്മുടെ ഒരിക്കലും അവസാനിക്കാത്ത ഐസക് ന്യൂട്ടണ് പോലും ഇത്രയും ചോദ്യങ്ങളില്ലായിരുന്നു. ഞാൻ ആ ഇന്തോനേഷ്യക്കാരനെ ഒന്ന് പോയി കാണണമെന്ന് വിചാരിച്ചിരിക്കുക, സഭ അനുവദിച്ച. ആ ഒലക്കയിൽ ഒരെണ്ണം വാങ്ങിച്ച് ഇവിടെയും കൂടെ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു വരുന്നത്, പൗലോസ് അപ്പോസ്തലനെ ചോദ്യം കൊണ്ട് മുറിവേൽപ്പിച്ചവരാണ് യെരൂശലേമിലെ പലരും. അവൻ കൊലപാതകം ചെയ്തിട്ടുള്ളവനാണ്. അവനൊരു മോശമായ ഭൂതകാലമുണ്ട്. എന്നാൽ തന്തവൈബില്ലാത്ത, തള്ളവൈബില്ലാത്ത, മറക്കാൻ ആഗ്രഹിക്കുന്നതിനെ ഓർമ്മിപ്പിക്കാത്ത, പറയാൻ ആഗ്രഹിക്കാത്തതിനെ പറയിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് ബർന്നബാസ് വ്യത്യസ്തനാവുകയാണ്. കൽപ്പറ്റ മാഷിൻ്റെ ഒരു കവിതയിൽ പറയുന്ന പോലെ, വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നിലുള്ള ശങ്ക തീർത്തു തന്നില്ലേ. ആന്തരിക സൗഖ്യം അന്വേഷിച്ച് വിവാഹമോചിതർ, കുട്ടികളില്ലാത്തവർ, തങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് കുടുംബ പ്രശ്നം അനുഭവിക്കുന്നവർ, ജോലിയില്ലാത്തവർ, നമുക്ക് അവരോട് ചെയ്യാവുന്ന ഏറ്റവും നിസ്സാരമായ കാര്യം
അവരെന്തു മറക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് ഓർമ്മിപ്പിക്കാതിരിക്കാം. അവരെന്താണോ പറയാൻ അവർക്ക് വിഷമമുള്ളത് അതവരെ പറയിക്കാതെ ഇരിക്കാം. എന്ത് കേൾക്കാനാണോ അവരാഗ്രഹിക്കാത്തത് അത് വീണ്ടും വീണ്ടും ചോദിച്ച് അവരെ ദുഃഖിപ്പിക്കാതിരിക്കാം. പൗലോസ് അപ്പോസ്തലന് ആന്തരിക സൗഖ്യം സാധ്യമാക്കിയത് ബർന്നബാസിനെ പോലെ ഒരു മനുഷ്യൻ യെരുശലേമിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ദ റെക്കൺസിലിയേഷൻ ബിറ്റ്വീൻ ദ മിനിസ്റ്റേഴ്സ് ആൻഡ് ദ മിനിസ്റ്റേർഡ്. ശുശ്രൂഷകൻ ആയിത്തീരുന്നതിന് മുൻപ് പൗലോസ് അപ്പോസ്തലൻ ഒരു ശുശ്രൂഷിതനായിരുന്നു. അവിടെയാണ് ബർന്നബാസിനെ പോലെയുള്ള മനുഷ്യരുടെ പ്രത്യേകത. വേഗത്തിൽ അവസാനിപ്പിക്കാം. ഒരു മൂന്നാമത്തെ ഒരു ചിന്ത, ശുശ്രൂഷ വരങ്ങളുടെ അനുരഞ്ജനം. ഇത് വളരെ വിശദീകരിച്ചു പറയേണ്ട ഒരു ഭാഗമാണ്, എന്നാൽ അത് അധികം പറയാൻ സമയമില്ലല്ലോ. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 27 മുതൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം, കൃപാവരങ്ങൾ പലതുണ്ട്. നമ്മൾ ഓരോരുത്തരും ശുശ്രൂഷകരെന്ന, there are different ministries. ഒരു ശരീരത്തിന് പല അവയവങ്ങൾ ഉള്ളതുപോലെ നമുക്കെല്ലാവർക്കും ഓരോരോ ശുശ്രൂഷകളുണ്ട്. ഇതിലേതെങ്കിലും ഒരു ശുശ്രൂഷ മറ്റു ശുശ്രൂഷയേക്കാൾ കേമമല്ല. ഒരു ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും, അത് മേൽപ്പട്ടക്കാരനായിരുന്നാലും പട്ടക്കാരനായിരുന്നാലും ഡീക്കനായിരുന്നാലും ഫ്രീക്കനായിരുന്നാലും അൽമായക്കാരായിരുന്നാലും ആരായിരുന്നാലും, നമ്മുടെ എല്ലാം ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മളെല്ലാം അടിസ്ഥാനപരമായി സഭയെന്ന ഒരു ശരീരത്തിലെ അവയവങ്ങളാണ്. അതുകൊണ്ടാണ് ഒരു വൈദികൻ പട്ടം കിട്ടുമ്പോൾ ഉയർത്തപ്പെടുന്നില്ല. ഹീ ഈസ് സെപ്പറേറ്റഡ്, നോട്ട് എലിവേറ്റഡ് ബട്ട് സെപ്പറേറ്റഡ്. അങ്ങനെ ആരെങ്കിലും എലിവേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ എലിവേഷൻ കൊടുക്കണം. യു ആർ നോട്ട് എലിവേറ്റഡ്, യു ആർ സെപ്പറേറ്റഡ്. ഇത് കയ്യെ ദൈവം സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു, കാലിനെ ദൈവം സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഒരു ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും അവരുടെ ശുശ്രൂഷ എന്തായിരുന്നാലും ഒരേ മാന്യതയാണ്. അതുകൊണ്ട് വരവും മാനവും തമ്മിൽ ബന്ധമില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷാവരം, ഓരോരുത്തർക്കും ഓരോ കൃപാവരം. വരമനുസരിച്ചല്ല മാനം, വരവും മാനവും തമ്മിൽ ബന്ധമില്ല. അതുകൊണ്ട് ലെറ്റ് us not mimic others. ഒരുപക്ഷെ കൂടുതൽ മഹത്വവും കൂടുതൽ വിസിബിലിറ്റിയും കിട്ടുന്നത് രോഗശാന്തിയോ ശുശ്രൂഷാവരമോ ഒക്കെ ഉള്ളവരായിരിക്കും. ലെറ്റ് us not imitate other ministers. Let us imitate Christ and Christ alone. ക്രിസ്തുവിനെ അനുകരിക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലാതെ സഹ ശുശ്രൂഷകരെ അനുകരിക്കാനല്ല. വി ആർ എ റെക്കൺസൈൽഡ് കമ്മ്യൂണിറ്റി. വേഗത്തിൽ പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം. ഈ അനുരഞ്ജന സമൂഹത്തിൻ്റെ ദേശീയ ഗാനം എന്താണ്? മറിയയുടെ പാട്ടാണ്. ഏതൊരു ക്രിസ്തീയ സഭയുടെ, ഏത് സഭയാവട്ടെ, ഏത് വിഭാഗമാവട്ടെ, സഭയുടെ എക്ലീസിയൽ ആൻഡ് എക്ലീസിയാസ്റ്റിക്കൽ ആന്തം എന്ന് പറയുന്നത് മാഗ്നിഫിക്കാറ്റാണ്. തിരുമേനി പലവട്ടം പറഞ്ഞതുപോലെ ഇതൊന്നും നടക്കത്തില്ല, ഇതൊന്നും നടക്കാൻ സാധ്യതയില്ല എന്ന് കരുതിയാൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡെത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടൊരു സഭ എന്ന നിലയിൽ നമ്മൾ ബ്രെയിൻ ഡെത്ത് അനുഭവിക്കുന്നവരാണോ? നമുക്ക് നമ്മളെക്കുറിച്ചും സഭയെക്കുറിച്ചുമുള്ള എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടോ? 3 അനുരഞ്ജനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. 1, ശുശ്രൂഷകർ തമ്മിലുണ്ടാവേണ്ട അനുരഞ്ജനം. 2, ശുശ്രൂഷകരും ശുശ്രൂഷിതരും തമ്മിലുണ്ടാകേണ്ട അനുരഞ്ജനം. 3, ശുശ്രൂഷകൾ തമ്മിലുള്ള അനുരഞ്ജനം. ഒരു കവിതയുടെ ചില ഭാഗങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വചന ശുശ്രൂഷയ്ക്ക് വിരാമം കുറിക്കാം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയാണ് വീരാൻകുട്ടി. അടുത്ത കാലത്ത് ഒരുപക്ഷെ നമ്മൾ പലരും പല തവണ വായിച്ചിട്ടുള്ള ഒരു കവിതയാണ് പരീക്ഷ. വീരാൻകുട്ടി മാഷയുടെ കവിത ഞാൻ ആദ്യം വായിച്ചിട്ട് അതിനെ നമ്മുടെ ഒരു അനുരഞ്ജന ഭാഷ്യം നൽകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കവിത ഇങ്ങനെയാണ്, എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കവിതയാണ്. മഴയത്ത്
ഒരില ചൂടി നടന്ന് 2 പേർ. അവരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്ന് എങ്ങനെ അറിയാം? മഴയത്ത് ഒരില ചൂടി നടന്നു പോകുന്നു 2 പേർ. അവരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്ന് ആർക്കറിയാം? കൂടുതൽ നനഞ്ഞതാരാണെന്ന് നോക്കിയാൽ മതി. കൂടുതൽ നനഞ്ഞതാരാണെന്ന് നോക്കിയാൽ മതി. 2 പേർ ഇഷ്ടത്തോടെ ഒരപ്പം പങ്കിട്ട് കഴിക്കുന്നു. അവരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്ന് എങ്ങനെ അറിയാം? 2 പേർ ഇഷ്ടത്തോടെ ഒരപ്പം പങ്കിട്ട് കഴിക്കുന്നു. അവരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്ന് എങ്ങനെ അറിയാം? അപ്പത്തിൽ ചെറിയ കഷ്ണത്തിനായി തിരയുന്ന വിരലുകൾ ആരുടേതെന്ന് നോക്കിയാൽ മതി. അപ്പത്തിൽ ചെറിയ പാതിക്കായി തിടുക്കപ്പെടുന്ന വിരലുകൾ ഏതെന്ന് നോക്കിയാൽ മതി. തങ്ങളിലെ സ്നേഹത്തെ പ്രതി തർക്കിക്കുന്നു 2 പേർ. അതിൽ ഏറ്റവും സ്നേഹം ആർക്കെന്ന് എങ്ങനെ അറിയാം? തങ്ങളിലെ സ്നേഹത്തെ പ്രതി തർക്കിക്കുന്നു 2 പേർ. അതിലേറ്റവും സ്നേഹം ആർക്കെന്നറിയാം? അവരിൽ തോൽക്കുന്നതാരെന്നറിയാൻ കാത്തിരുന്നാൽ മതി. അവരിൽ തോൽക്കുന്നതാരെന്നറിയാൻ കാത്തിരുന്നാൽ മതി. നാം ഒരു അനുരഞ്ജനപ്പെട്ട സമൂഹമാണ്. നമ്മിൽ ആരാണ് അനുരഞ്ജനപ്പെട്ടിട്ടുള്ളത്? നമ്മളിൽ ആരാണ് കൂടുതലായി അനുരഞ്ജനത്തെ ആത്മാവിലേറ്റിട്ടുള്ളത്? ഒരു പള്ളിയിൽ ആരാണ് കൂടുതൽ നനയുന്നതെന്ന് നോക്കിയാൽ മതി. ഒരു പള്ളിയിൽ ആരാണ് ഏറ്റവും അനുരഞ്ജനപ്പെട്ടവർ? ഒരു ദേവാലയത്തിൽ ഏറ്റവും അധികം നനയുന്നത് ആരാണെന്ന് നോക്കിയാൽ മതി. അവരാണ് അനുരഞ്ജനപ്പെട്ടവർ. ഒരു ദേവാലയത്തിൽ ഏറ്റവും ചെറിയ സ്ഥാനത്തിനു വേണ്ടിയും ചെറിയ അപ്പത്തിനു വേണ്ടിയും ആരാണോ കാത്തു നിൽക്കുന്നത് അവരാണ് അനുരഞ്ജനപ്പെട്ടവർ. ഒരിടവകയിൽ ആരാണ് അനുരഞ്ജനപ്പെട്ടവർ? തോറ്റുകൊടുക്കാൻ മടിയില്ലാത്തവരാണ് അനുരഞ്ജനപ്പെട്ടവർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകം നമ്മെ നോക്കുന്നു. നമുക്കൊരു അതിശയ സമൂഹമാവാൻ കൂടുതൽ നനയാം, കൂടുതൽ ചെറിയ കഷണങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാം, തോൽക്കാം, വീണ്ടും വീണ്ടും തോൽക്കാം. സഹോദരൻ ജയിക്കുന്നതിനേക്കാൾ വലിയ മറ്റെന്താനന്ദമാണുള്ളത്? We are a reconciled community and we are called to reconcile.